Good evening students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായും ഡി ബ്രോയി വേവ് ലെങ്തിനെ കുറിച്ചും എന്താണ് മാറ്റർ വേവ് എന്നും അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മാറ്റർ വേവ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു പാർട്ടിക്കിളിനെ ഒരു വേവ് പ്രോപ്പർട്ടി എങ്ങനെ ആരോപിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ഗാമ എം വി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ദിസ് വേവ് ലെങ്ത് ഈസ് കോൾഡ് ഡി ബ്രോയി വേവ് ലെങ്ത്. That means a moving body, moving object has a wave nature and the wavelength is lambda is equal to h by p is equal to h by gamma mv. So പാർട്ടിക്കിൾസിന് ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ അങ്ങനെയുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകളിൽ വളരെ പ്രകടമായിട്ട് തന്നെ ഈ ഒരു വേവ് നേച്ചർ പല സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഡ്യുവൽ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഡി ബ്രോയി വേവ് ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഒരു ഡെഫിനിറ്റ് മാസും ഡെഫിനിറ്റ് മൊമെന്റും ഉള്ള ഒരു മൂവിങ് ഓബ്ജക്റ്റിന് ഒരു വേവ് ലെങ്ത് ഉണ്ടാവും. ആ വേവ് ലെങ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചില എക്സാമ്പിൾസ് ചെയ്തു. ഒരു ഗോൾഫ് ബോളിൽ എത്രത്തോളം അതിൻ്റെ വേവ് ലെങ്ത്തിന്റെ റേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിളുകളിൽ ഇലക്ട്രോൺ അതിൽ നമുക്ക് കിട്ടിയ വേവ് ലെങ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതാണ് ഡി ബ്രോയി ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവസാനം നമ്മൾ ആ വീഡിയോയിൽ ലെക്ചറിൽ അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത് ഒരു പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ടെങ്കിൽ ആ വേവ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അവിടെ എന്താണ് ആ വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. വേവ്സ് ഓഫ് വാട്ട് എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. വേവ്സ് ഓഫ് വാട്ട്, ദാറ്റ് മീൻസ് ഒരു വാട്ടർ വേവ്സ് എടുക്കുകയാണെങ്കിൽ, വാട്ടർ വേവ്സ് നമുക്കറിയാം വെള്ളത്തിലൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന വാട്ടർ വേവ്സ്. ആ വാട്ടർ വേവ്സിൽ അവിടെ പീരിയോഡിക് ചേഞ്ച് സംഭവിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ വാട്ടർ വേവിനാണ്. വാട്ടർ വേവിനെ നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ഹൈറ്റ് ഓഫ് ദ വാട്ടർ സർഫസ് ചേഞ്ചസ് പീരിയോഡിക്കലി. ചില സ്ഥലത്ത് ഹൈറ്റ് കൂടുതലായിരിക്കും, ചില സമയത്ത് ഹൈറ്റ് കുറവായിരിക്കും. അങ്ങനെ പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാവുക. ഇനി സൗണ്ട് വേവ്സ് എടുത്താൽ ദ ക്വാണ്ടിറ്റി ദാറ്റ് വേരീസ് periodically is pressure, and in the case of light waves, electromagnetic waves, it is electric and magnetic field, E and B fields. നമ്മളൊരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് അറിയാം. ഒരു ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷനും മറ്റൊരു ഡയറക്ഷനിൽ പീരിയോഡിക് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷനും ഉണ്ടാകുമ്പോൾ ഒരു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വേരിയേഷന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതാണ് ഒരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ലൈറ്റ് വേവ്സിന്റെ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ലൈറ്റ് വേവ്സിൽ എന്താണ് വേരി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രഷർ, സൗണ്ട് വേവ്സിലാണെങ്കിൽ അത് പ്രഷറാണ്, വാട്ടർ വേവ്സിലാണെങ്കിൽ വാട്ടറാണ്. അങ്ങനെ ഏത് വേവ് നേച്ചർ, ഏത് സിസ്റ്റത്തിൻ്റെയും ഒരു വേവ് നേച്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫിസിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ പീരിയോഡിക് ചേഞ്ച് നടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളുടെ ഡി ബ്രോയി വേവ്സിൽ, അതായത് മാറ്റർ വേവ്സിൽ, വാട്ട് ഈസ് ദാറ്റ് വേരിയിങ് പീരിയോഡിക്കലി, അതാണ് നമ്മളുടെ ചോദ്യം. സോ what is that varying periodically
in the case of matter waves, in the case of matter waves, in the case of matter waves, എന്താണ്? It is represented as, it is called the wave function. It is called the wave function, and it is represented by the symbol, Greek symbol psi. And psi is a function of space and time, x, y, z and t. അപ്പോൾ ഒരു മാറ്റർ, ഇപ്പോൾ നമ്മൾ പിക്ചോറിയലി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ അല്ല, എങ്കിലും ഒരു വേവിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവിടെ വേരി ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വേരി ചെയ്യുന്നത് സൈ ആണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ക്വാണ്ടിറ്റി വേരിയിങ് ഇൻ ദ കേസ് ഓഫ് മാറ്റർ വേവ്സ് ഈസ് സൈ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈയുടെ വാല്യൂ പോസിറ്റീവും വരാം നെഗറ്റീവും വരാം എന്നും മനസ്സിലാക്കാം. ഒരു പീരിയോഡിക് ചേഞ്ച് സൈക്ക് സംഭവിക്കുന്നു. ആ ക്വാണ്ടിറ്റിനെയാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു പാർട്ടിക്കിളിൻ്റെ, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ ഒരു വേവ് നേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സ്വാഭാവികമായും റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വേവ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ വേവ് ത്രൂ ഔട്ട് ദ സ്പേസ് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ ആയാൽ പോലും വേവ് ഫംഗ്ഷൻ ഇറ്റ് വിൽ സ്പ്രെഡ് ഔട്ട് continuously throughout the space. എല്ലാ റീജിയനിലും അത് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാർട്ടിക്കിൾ എല്ലാ റീജിയനിലും സ്പ്രെഡ് ഔട്ട് ചെയ്തു എന്നുള്ളൊരു പോസിബിലിറ്റി നമുക്കതിന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്കിൾ ലോക്കലൈസർ ആണ്. പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ റീജിയനിൽ ലോക്കലൈസർ ആണെങ്കിൽ ആ റീജിയനിലുള്ള ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് localized in a region, the quantity that varies periodically is related to the probability of finding the particle at that position at an instant. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിക്കിളിനെ ഒരു റീജിയനിൽ ലോക്കലൈസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പാർട്ടിക്കിളിനെ ഈ റീജിയനിൽ കാണാനുള്ള പ്രോബബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ വേവ് ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേവ്സ് ഓഫ് വാട്ടർ വേവ്സിലെ വാട്ടർ സർഫസ് ആണ് വേരി ചെയ്യുന്നതെങ്കിൽ, അതേപോലെ നമ്മൾക്ക് ഈ ലൈറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പീരിയോഡിക് വേരിയേഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ, സൗണ്ട് വേവ്സിലെ സൗണ്ട് വേവ്സിലെ പ്രഷറാണ് വേരി ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് വേരി ചെയ്യുന്നത് പറയാം. ആ വേവ് ഫംഗ്ഷൻ മോറോർലെസ് വേവ് ഫംഗ്ഷൻ ഈസ് റിലേറ്റഡ് ടു the probability of finding the particle in that region at an instant. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയുമായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് വേവ്സ് ആണെന്ന് ചോദിച്ചാൽ ദ വേവ്സ് ഓഫ് പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാം. വേവ്സ് ഓഫ് പ്രോബബിലിറ്റി. ഒരു പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വേവ് നേച്ചർ നമ്മൾ ആരോപിക്കുകയാണെങ്കിൽ ആ മാറ്റർ വേവ്സിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇഫ് ഈസ് psi itself represents the probability. ഇതാണ് നമ്മളുടെ ചോദ്യം.
വേവ്സ് ഓഫ് പ്രോബബിലിറ്റി ആണെങ്കിൽ psi തന്നെയാണോ പ്രോബബിലിറ്റി എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഇഫ് ഈസ് psi itself represents the probability എന്നാണ് നമ്മളുടെ ചോദ്യം. ദ ആൻസർ ഈസ് നോ. എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. പ്രോബബിലിറ്റി നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഈസ് ഓൾവേസ്, നമ്മളൊരു നോർമലൈസ്ഡ് പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഈസ് വേരിയിങ് ബിറ്റ്വീൻ 0 and 1. അങ്ങനെയാണ് നമ്മൾ സാധാരണ പ്രോബബിലിറ്റിയുടെ വാല്യൂ. മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ പ്രോബബിലിറ്റി ഒരു ഏതെങ്കിലും ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇവന്റിന്റെ പ്രോബബിലിറ്റി നമ്മൾ പറയുമ്പോൾ പ്രോബബിലിറ്റി വേരി ചെയ്യുന്നത് 0-നും 1-നും ഇടയിലായിരിക്കും. 0 മീൻസ് ഇവിടുത്തെ കേസിലാണെങ്കിൽ നോ ചാൻസ് ടു ഫൈൻഡ് ഔട്ട് ദ പാർട്ടിക്കിൾ. At that instant, at that region. Okay. And probability 1 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പ്രോബബിലിറ്റി മീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 100% ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പാർട്ടിക്കിൾ ഈസ് ഡെഫിനറ്റ്ലി ദയർ, അവിടെ ഉണ്ടാവും, പാർട്ടിക്കിൾ അവിടെ ഉണ്ടാവും. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി പാർട്ടിക്കിളിനെ കാണാൻ സാധിക്കില്ല. 1 എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിനെ കാണും. അപ്പോൾ പ്രോബബിലിറ്റി പ്രോബബിലിറ്റി 0.2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? There is 20% of chance to find out the particle. Clear? അപ്പോൾ 0.2. അപ്പോൾ 0 to 1 എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി അങ്ങനെയാണ് വരുന്നത്. ഒരിക്കലും പ്രോബബിലിറ്റി cannot be negative. Probability cannot be negative. പക്ഷെ വേവ് ഫംഗ്ഷനോ? ബട്ട് വേവ് ഫംഗ്ഷൻ ക്യാൻ ബി നെഗറ്റീവ്. നമ്മളൊരു വേവിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിൽ പോസിറ്റീവ് സൈ വാല്യൂസും വരും, നെഗറ്റീവ് സൈ വാല്യൂസും വരും. സൈ ഫംഗ്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് ആവാം. സോ ബട്ട് ദ വേവ് ഫംഗ്ഷൻ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വേവ് ഫംഗ്ഷൻ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ നിശ്ചയമായും സൈ അല്ല പ്രോബബിലിറ്റി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. വേവ് ഫംഗ്ഷൻ അല്ല പ്രോബബിലിറ്റി. നമ്മൾ സാധാരണ വേവ് ഫംഗ്ഷന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസും പറയാറില്ല. വേവ് ഫംഗ്ഷൻ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആക്കിയായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, വേവ് ഫംഗ്ഷൻ ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് but square of its modulus the square of absolute value of the wave function mod psi square which is always positive is proportional to probability. നമ്മൾ നോർമലി പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി, നോർമലൈസേഷനൊക്കെ കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്താൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാം. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഈസ് മോഡ് സൈ സ്ക്വയർ. പ്രോബബിലിറ്റി ഡെൻസിറ്റി മീൻസ് പ്രോബബിലിറ്റി പെർ യൂണിറ്റ് വോള്യം. ഒരു പാർട്ടിക്കിളിനെ യൂണിറ്റ് വോള്യത്തിൽ കാണാനുള്ള പ്രോബബിലിറ്റി പെർ യൂണിറ്റ് വോള്യം. ഓക്കെ. സോ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ത്രൂ ഔട്ട് റീജിയനിൽ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഇന്റഗ്രൽ ഓഫ് മോഡ് സൈ സ്ക്വയർ ഡി ക്യൂബ് ആർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡി വി. ഓക്കെ, ഇതാണ് ടോട്ടൽ പ്രോബബിലിറ്റി. വോളിയം ഇന്റഗ്രേഷൻ ആണ് നടത്തുക.
ഏത് ത്രൂ ഔട്ട് ദ റീജിയൻ. ഇതാണ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി ഇപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി ആവശ്യം വരുന്നില്ല. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഓർക്കേണ്ടത്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റായിട്ട് നമ്മൾ ഓർക്കേണ്ടതെന്ന് പറയുന്നത്, the wave function has no physical significance, but the square of absolute value of the wave function mod psi square is proportional to the probability. This concept was proposed by Max Born. Okay. മാക്സ് ബോൺ ആണ് ഇതിൽ നമ്മൾ ഈ കൺസെപ്റ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും എന്ന് പറഞ്ഞു. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ആണ് മോഡ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞു. സൈക്ക് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. ഒന്നും കൂടി ഇത് ആവർത്തിക്കുന്നു ഓർക്കാൻ വേണ്ടിയിട്ടാണ്. നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് മോഡ് സൈ സ്ക്വയർ ഈസ് probability density. So matter waves are waves of probability. So അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കിളിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് നടത്താമെന്ന് വിചാരിച്ചു. സപ്പോസ് വി കണ്ടക്ട് an experiment to detect electrons. എക്സ്പെരിമെന്റ് കണ്ടക്ട് ഒരു റീജിയനിൽ, ഇൻ എ റീജിയൻ നമുക്ക് ആ പൊസിഷൻ XYZ റീജിയൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. at an instant t. സോ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തി ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒന്നുകിൽ ആ പാർട്ടിക്കിളിനെ അവിടെ കാണും, പാർട്ടിക്കിളിനെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിലോ ആ ഇലക്ട്രോണിനെ അവിടെ നമുക്കൊരു ഇലക്ട്രോണിനാണ് നമ്മളൊരു ഇലക്ട്രോണിനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒന്നുകിൽ ആ ഇലക്ട്രോണിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. ദർ ഈസ് നോ 20% ഡിറ്റക്ഷൻ എന്ന് പറയുന്ന 20% പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 20% ആണെങ്കിൽ 20% ഈ പാർട്ടിക്കിളിനെ കാണുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ ഒരിക്കലും വരുന്നില്ല. ഓക്കെ, there is no such thing as as 20% of electron is observed. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല, അത്ര ഒരു സിറ്റുവേഷനില്ല. പക്ഷേ 20% പ്രോബബിലിറ്റി അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ആ പാർട്ടിക്കിളിനെ അവിടെ കാണാൻ, അവിടെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടാനുള്ള പ്രോബബിലിറ്റി 20% എന്നുള്ള രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആ പ്രോബബിലിറ്റിയാണ് മോഡ് സൈ സ്ക്വയർ എന്ന രീതിയിൽ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. സോ however it is entirely possible for there to be 20% of chance that electron to be found at that time and at that place and its likelihood and it is this likelihood, this probability, this likelihood that is specified by
മോഡുലസ് സൈ സ്ക്വയർ. അപ്പോൾ മോഡുലസ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് 0.2 എന്ന് പറയുകയാണെങ്കിൽ അർത്ഥം അതാണെങ്കിൽ പാർട്ടിക്കിളിനെ 20% ഡിറ്റക്ട് ചെയ്തു എന്നല്ല അർത്ഥം. പക്ഷെ പാർട്ടിക്കിളിനെ അവിടെ കാണാനുള്ള പ്രോബബിലിറ്റി ചാൻസ് എന്ന് പറയുന്നത് 20% ആണ്. ടോട്ടൽ പ്രോബബിലിറ്റിയുടെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെങ്കിൽ അതിൽ 0.2 ആയിരിക്കും അവിടെ ആ പാർട്ടിക്കിളിനെ കാണാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ സെന്റൻസ് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇറ്റ് ഈസ് എൻറ്റയർലി പോസിബിൾ ഫോർ ദെയർ ടു ബി 20% ഓഫ് ദ ചാൻസ് ദാറ്റ് ഇലക്ട്രോൺ ടു ബി ഫൗണ്ട് അറ്റ് ദാറ്റ് ടൈം അറ്റ് ദാറ്റ് പ്ലേസ് ആൻഡ് ഇറ്റ് ഈസ് ദിസ് ലൈക്ലിഹുഡ്. ഈ ലൈക്ലിഹുഡ് ആണ്, ഈ പ്രോബബിലിറ്റിയാണ് ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ മോഡുലസ് സൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മോഡുലസ് സൈ സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പാർട്ടിക്കിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. പാർട്ടിക്കിളിനെ ഒരു പർട്ടിക്കുലർ റീജിയനിൽ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല എന്നുള്ളതും, മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണെന്നും, മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ വേവ്സ് ഓഫ് പ്രോബബിലിറ്റി ആണ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. നമ്മളിനി അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. വേവിനെ, ഒരു മാറ്റർ വേവിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്. ഡിസ്ക്രൈബിങ് എ വേവ്. നമുക്കറിയാം, നമ്മൾ എന്താ പറഞ്ഞേ, ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിളിന് ഡെഫിനിറ്റ് മാസ് ഉണ്ടെങ്കിൽ if a particle is moving with definite momentum, the de Broglie wavelength lambda is h by p. ഒരു പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്ത് ഒരു വേവ് നേച്ചർ ഉണ്ടായിരിക്കും. ആ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് ഡി ബ്രോഗി വേവിൻ്റെ സ്പീഡ് എത്രയാണ്, വേവ് എത്ര ഫാസ്റ്റായിട്ടാണ് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അത് തന്നെയാണോ പാർട്ടിക്കിൾ, ഇപ്പോൾ സപ്പോസ് ദ പാർട്ടിക്കിൾ is moving with v. Is it the same v, same velocity v, same particle velocity v represents velocity of the de Broglie wave? ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഡി ബ്രോയി വേവ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. തൽക്കാലം ഒരു മനസ്സിലാവാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ നടത്തുകയാണ്. അപ്പോൾ ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പീഡിനെ നമ്മൾ വി പി എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പീഡ് തന്നെയാണോ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എന്നുള്ളതാണ്. ഒരു പാർട്ടിക്കിളിന് ഡെഫിനിറ്റ് മാസും ഡെഫിനിറ്റ് വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിനൊരു ഒരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വേവിൻ്റെ പ്രൊപ്പഗേഷൻ്റെ സ്പീഡും നമ്മളുടെ പാർട്ടിക്കിളിൻ്റെ സ്പീഡും സെയിം ആണോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, ഇത് സെയിം അല്ല എന്നുള്ള റിസൾട്ടിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അത് എല്ലാ സിറ്റുവേഷനിലും സെയിം ആയിരിക്കില്ല എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എത്താൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ ഒരു കോമൺ അസംഷൻ പ്രകാരം പാർട്ടിക്കിൾ വി വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, our common assumption that particle, the wave, de Broglie wave is propagating the same velocity, propagating with same velocity as that of
particle velocity. This is only an assumption. This is only an assumption. This is only an assumption. Let us check whether this assumption is wrong or not. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുക എന്താ, ഈ അസംഷൻ റോങ് ആണെന്നുള്ള റോങ് അസംഷൻ ആണെന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാർട്ടിക്കിളിൻ്റെ ഡി ബ്രോയി വേവിൻ്റെ സ്പീഡും പാർട്ടിക്കിളിൻ്റെ സ്പീഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് എന്താണ് എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു വേവ് പാക്കറ്റിൻ്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു സിംഗിൾ വേവ് ആയിട്ടല്ല ഡി ബ്രോയി വേവ് ട്രാവൽ ചെയ്യുന്നത്. സൂപ്പർ പൊസിഷൻ ഓഫ് സെവറൽ individual waves will create a wave packet, and the velocity of the wave packet will be the velocity of the particle എന്ന് നമ്മൾ ഫൈനലി ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ രണ്ട് ടൈപ്പ് വേവ് വെലോസിറ്റികളെ കുറിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഒരു സിംഗിൾ വേവ് അല്ല നമ്മളുടെ ഡി ബ്രോയി വേവ് എങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ വേവ്സിൻ്റെയും, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡി ബ്രോയി വേവ് എന്ന് പറയുന്നത് ഒരു വേവ് പാക്കറ്റ് പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതിൽ ഒരുപാട് ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ടായിരിക്കും. ഈ ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ സൂപ്പർ ഇമ്പോസിഷൻ കൊണ്ടാണ് ഒരു മോഡുലേറ്റഡ് വേവ് ഉണ്ടാവുന്നത്. ഇതാണ് ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ പാർട്ടിക്കിൾ വെലോസിറ്റി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓരോ ഇൻഡിവിജ്വൽ വേവിൻ്റെ വെലോസിറ്റിനെ നമ്മൾ VP എന്ന് വിളിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഫേസ് വെലോസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, ഇൻഡിവിജ്വൽ ആയിട്ട് പാർട്ടിക്കിളിന് ഇൻഡിവിജ്വൽ ഒരു പാർട്ടിക്കിൾ വേവ് ആയിട്ട് നമ്മൾ സാധാരണ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടല്ല വേവ്സ് ഓഫ് മാറ്റർ വേവ്സ് ഇൻഡിവിജ്വൽ വേവ്സ് ആയിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു വേവ് പാക്കറ്റ് പോലെയാണ് നമ്മൾ ഇപ്പോൾ ഒരു പാർട്ടിക്കിളിനെ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ ഒരു പർട്ടിക്കുലർ റീജിയനിൽ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ വേവ് പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു പർട്ടിക്കുലർ റീജിയൻ എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ വെലോസിറ്റിയും ഇൻഡിവിജ്വൽ വേവിൻ്റെ വെലോസിറ്റിയും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, വി നോ ഇഫ് വേവ് ഈസ് propagating with velocity Vp, V suffix P എന്ന് കൊടുക്കുക. It is called phase velocity. And we know Vp is equal to nu lambda. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഏത് വേവിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനാണ്. Vp is equal to nu lambda. And lambda is equal to h/p is equal to h/gamma mv. Okay. Where m is the rest mass and gamma is 1/√1 minus v square by c square, and we know energy E is equal to h nu എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ന്യൂ ആണ് വേവിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു h nu എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ mc സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ട് ഇത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് നമ്മൾ പഠിക്കുന്ന കേസാണ്. E ഈസ് ഈക്വൽ ടു m പ്രൈം c സ്ക്വയർ. എനർജീനെ നമ്മൾ ആ എം പ്രൈം എന്ന് പറഞ്ഞാൽ ഗാമ എം ഇൻറ്റു സി സ്ക്വയർ എന്ന് എഴുതും. എം പ്രൈം എന്ന് പറഞ്ഞാൽ റിലേറ്റിവിസ്റ്റിക് മാസ്, എം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് മാസ്. സോ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു ഗാമ എം സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ ന്യൂ ക്യാൻ ബി റിട്ടൺ ആസ് ഗാമ എം സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ന്യൂ ഈസ് ഈക്വൽ ടു ഗാമ എം സി സ്ക്വയർ ബൈ എച്ച്. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം.
and you substitute equation 2 and 3 in equation number 1, then Vp is equal to gamma mc square divided by h into h by gamma mv. എമ്മും എമ്മും വെട്ടിപ്പോയി, ഗാമയും ഗാമയും വെട്ടിപ്പോയി, എച്ചും എച്ചും വെട്ടിപ്പോയി. The result is c square by v. So the phase velocity is c square by v, where v is the particle velocity. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏത് പാർട്ടിക്കിളും റിലേറ്റിവിറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പറയുമ്പോൾ ഏത് പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിയേക്കാളും കുറവായിരിക്കും. It is always true that particle velocity v is always less than c. So c square by v എന്ന് പറയുന്നത് എപ്പോഴും v ചെറുതായതുകൊണ്ട് തന്നെ c square by v will be always greater than c. So Vp is equal to the phase velocity Vp is equal to c square by v, which is greater than c. ഇത് നമ്മൾക്ക് it violates basic postulate of special theory of relativity. Here we got an unexpected result. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു റിസൾട്ടാണ്. വി പി എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എങ്ങനെ അത് ഫിസിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ മീനിങ്ലെസ് ആയിട്ട് പറയും. അതിന് പ്രത്യേകിച്ച് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതെങ്ങനെയാണ് എത്തുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഈ ഡിബ്രോയി വേവ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഡിബ്രോയി വേവിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനൊരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെ മാത്തമാറ്റിക്കലി ആ ഡിബ്രോയി വേവിൻ്റെ നേച്ചർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ആ വേവിനെ മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് വേവ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം, അതാണ് നമ്മളുടെ ലക്ഷ്യം. സോ ഇതിനൊരു ഡിബ്രോയി വേവിനെ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ വേവ് ഇക്വേഷൻ എഴുതാൻ പോവാണ്, വേവ് ഫോർമുല എഴുതാൻ പോവാണ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഒരു സ്ട്രിങ്, സപ്പോസ് എ സ്ട്രിങ് ഈസ് സ്ട്രെച്ച്ഡ് അലോങ് പ്ലസ് എക്സ് ഡയറക്ഷൻ. ആ സ്ട്രിങ്ങുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് നമ്മൾ ഇനീഷ്യലി കൊടുക്കുകയാണെങ്കിൽ അതൊരു വേവ്സ് അതിൽ ആ സ്ട്രിങ്ങിൽ ഒരു വേവ് ജനറേറ്റ് ചെയ്യപ്പെടും. സ്ട്രിങ്ങിനെ ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്താൽ ഒരു വേവ്സ് ജനറേറ്റ് ചെയ്യും. സപ്പോസ് ഇങ്ങനെയാണ്, ഒരു വൈ ഡയറക്ഷനിലാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണെന്നും അസ്യൂം ചെയ്യാം. അങ്ങനെ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. A stretched string along x-axis whose vibrations along y direction is as shown in this figure. Okay. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ആണെന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, ഇത് മൈനസ് എ യു ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ
ഇൻസ്റ്റൻറ്റിലെ വേവ് ആണ് റെപ്രസെൻറ്റ് ചെയ്തതാണ്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വൈബ്രേഷനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പൊസിഷൻസിൽ ഡിഫറെൻറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വിച്ച് ഈസ് മാക്സിമം. ഈ ഫിഗറിലാണ് ഞാൻ പറയുന്നത് മാക്സിമം ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു വേവിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി അതേ സ്ട്രിങ്ങിനെ തന്നെ അതേ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിനെ തന്നെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ത്രൂ ഔട്ട് ഒരു റീജിയൻ 0 തൊട്ട് എക്സ് വരെയുള്ള ഒരു റീജിയനിൽ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ഇൻസ്റ്റൻറ്റിലെ ആംപ്ലിറ്റ്യൂഡ്, ഈ ഇൻസ്റ്റൻറ്റിലെ വൈബ്രേഷൻ ഈ ഇൻസ്റ്റൻ്റ് അല്ല, ഈ പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ വൈബ്രേഷൻ ഒബ്സർവ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് സെയിം ഫിഗർ തന്നെ കിട്ടും. ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്തത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് പീരിയോഡിക് ആയിട്ട് ചേഞ്ച് വരും. അതായത് നമ്മൾ ആദ്യത്തെ ഫിഗർ വരച്ചാണ് നമ്മൾ എവിടെയാണ്, നമ്മൾ പീരിയോഡിക് ആയിട്ട് എന്താ പറയുക ഡിസ്പ്ലേസ്മെൻറ്റിന് ഉണ്ടാകുന്ന വേരിയേഷനാണ് റെപ്രസെൻറ്റ് ചെയ്തത് ആസ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ അലോങ് എക്സ് ആക്സിസിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ ടൈം ടി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, ഞാൻ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാൻ പോവാണ്, ഒറിജിനൽ ടൈമിലാണെന്ന് വിചാരിക്കും. അതേ വേവിൻ്റെ വേവ് വൈബ്രേഷൻ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒബ്സർവ് ചെയ്യുക. ആസ് എ പല ഡിഫറെൻറ്റ് ടൈമിൽ ഒബ്സർവ് ചെയ്താൽ you will get a graph like this, again the same graph. കുറച്ചും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഈ വേവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഏത് സ്ഥലത്തെയും, അതായത് നമുക്ക് ഈ വേവിനെ മാത്തമാറ്റിക്കലി ഏത് സ്ഥലത്തെയും ഏത് സമയത്തെയും വേവ് ഫംഗ്ഷൻ വേവിനെ നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ വേവ് നമുക്കതിനെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, I want to describe a wave propagating in a stretched string at any instant, ഏത് സമയമായാലും at any instant t and at any position, ഏത് പൊസിഷനിലും നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ നടത്താൻ പറ്റും അതാണ് നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മളിത് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ മെക്കാനിക്സിൽ അല്ലെങ്കിൽ മെക്കാനിക്സിൻ്റെ പേപ്പറിൽ നമ്മൾ പഠിച്ചപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്ലെയിൻ പ്രോഗ്രസീവ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സ്ട്രിങ് എടുത്തു, ഈ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. ഈ സമയം ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയം ടി ഇസ് ഈക്വൽ ടു 0 ആണ്. ഞാൻ ഇവിടെ വെച്ച് സ്ട്രിങ്ങിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്തു. സപ്പോസ് I vibrate the string at t is equal to 0 and at x is equal to 0. അവിടെ വെച്ച് വൈബ്രേറ്റ് ചെയ്തു. ഇപ്പം സ്ട്രിങ് വൈബ്രേഷന് മുമ്പ് സ്ട്രിങ് ഇങ്ങനെയായിരുന്നു. വൈബ്രേറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സ്ട്രിങ് അതിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തു. വേവ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഒരു ടി സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഇത് എക്സ് എന്ന് പറയുന്ന പൊസിഷനാണെന്ന് വിചാരിക്കുക. സമയം ടി ആണ്. തുടങ്ങിയത് ടി ഇസ് ഈക്വൽ ടു 0 ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ആഫ്റ്റർ എ ടൈം ടി ആണ്. ഇവിടുത്തെ പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്.
ഇവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ആണ് ഞാൻ എടുത്തത്, 0 to x. അപ്പോൾ വേവ് എന്ത് സംഭവിച്ചു, 0 to x പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്തു, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതേപോലെ തന്നെ ഒരു ടൈം ഇൻ്റർവൽ ടി വ്യത്യാസം വരികയും ചെയ്തു. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ കൃത്യമാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റ് അറ്റ് x at a time t is exactly same as the displacement at x is equal to 0 at an earlier time t is equal to x by vp. ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് വി പി ആണെന്ന് വിചാരിക്കുക. ടൈം ഇൻ്റർവൽ ടി ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വി പി ഇൻറ്റു ടി ആയിരിക്കും. സോ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസിന് കാരണം, അതായത് എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ ടി എന്ന് പറയുന്ന സമയത്ത് ഒരു വേവ് ഇവിടെ ഈ രീതിയിൽ ഡിസ്പ്ലേസ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് t is equal to 0 and at x is equal to 0. അപ്പോൾ t is equal to 0 നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് an earlier time t minus x by v. Sorry, t minus x by v. It is not t minus x by v സമയത്ത്, അതായത് ഈ സമയത്താണ് നമുക്ക് ഉണ്ടായ വേവിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് y, displacement y at x at a time t is exactly same as the displacement at x is equal to 0 at an earlier time t minus x by vp. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റിനെ y is equal to a cos omega into t minus x by v എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തൊട്ട് മുമ്പ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ നമ്മൾ വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു നോക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് y ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ ടി ഇസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് y എത്ര വരും, എ കോസ് 0, that is equal to a, displacement y. അപ്പോൾ നമ്മളുടെ ബൗണ്ടറി കണ്ടീഷനെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ജനറൽ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്, ഇതിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്നാണ്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് എന്ന് മാത്രം റെപ്രസെന്റ് ചെയ്താലും മതി. ഒരു പ്രോഗ്രസീവ് ഹാർമോണിക് വേവിനെ നമുക്ക് ഈ രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. y is equal to a cos omega into t minus x by v, not v, vp. Okay, or y can be written as a cos 2 pi nu into t minus x by vp. And ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ a cos 2 pi nu t minus 2 pi nu x by vp എന്ന് എഴുതാം. a cos 2 pi into nu t minus nu x by vp ആണല്ലോ. vp എന്ന് പറയുന്നത് ന്യൂ ലാംഡയാണ്. അപ്പോൾ ആ വി പിക്ക് ഇവിടെ ന്യൂ ലാംഡ എന്ന് കൊടുക്കുമ്പോൾ ന്യൂ വെട്ടിപ്പോയി എ കോസ് 2 പൈ ഇൻറ്റു ന്യൂ ടി മൈനസ് എക്സ് ബൈ ലാംഡ, ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ പല രൂപത്തിൽ നമുക്ക് നടത്താൻ പറ്റും. എ കോസ് 2 പൈ ന്യൂ ഇൻറ്റു എക്സ് മൈനസ് 2 പൈ ന്യൂ ഇൻറ്റു ടി മൈനസ് എക്സ് ബൈ വി പി, ഓർ എ കോസ് 2 പൈ ഇൻറ്റു ന്യൂ ടി മൈനസ് എക്സ് ബൈ ലാംഡ. മറ്റൊരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് y is equal to
a cos omega t minus omega into t minus x by v ആണ് vp. So that is equal to a cos omega t minus omega x divided by vp എന്ന് എഴുതാം. Okay. And omega by vp is equal to 2 pi nu by vp or 2 pi nu by nu lambda is equal to 2 pi by lambda, that is represented as k. This is called the wave number or wave vector. Wave number in 3-dimensional number it will be a vector. So y can be written as a cos omega into omega t minus kx. 3-dimensional എഴുതുമ്പോൾ k will be a vector. So y is equal to a cos omega t minus k. x ന് പകരം പൊസിഷൻ റേഡിയസ് വെക്റ്റർ ആണ് കൊടുക്കുക. സോ y can be written as a cos omega t minus k dot r. ഇതാണ് ഒരു പ്രോഗ്രസീവ് വേവിന്റെ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്.